തള്ളിയിരിക്കുകയാണ്. അതായത് സുരേഷ് ഗോപി വിചാരണ നേരിടണം. രജനി, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 3.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. കൃത്യമായി പറഞ്ഞാൽ 74,686 വോട്ടുകൾ. ആ ഭൂരിപക്ഷം സുരേഷ് ഗോപി നേടിയത് പല രീതിയിലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരങ്ങൾ ഇളക്കിവിട്ടും വോട്ടർമാരെ പല രീതിയിൽ സ്വാധീനിച്ചുവെന്നാണ് ഹർജിക്കാരനായിട്ടുള്ള AYF നേതാവ് ഈ ഹർജിയിൽ ആരോപിച്ചത്. അതിനെതിരെയാണ് ഹർജി നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ ഉപഹർജി തള്ളിയിരിക്കുകയാണ്. ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഹർജി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വിചാരണ നേരിടണം. പ്രധാനമായും ഹർജിക്കാരൻ ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പല സമയത്തും ഉന്നതികളിലടക്കം സുരേഷ് ഗോപി എത്തിക്കൊണ്ട് സാമ്പത്തികമായി പല ഓഫറുകൾ നൽകുന്നുണ്ടായിരുന്നു. പല ആശുപത്രി കേസുകളിലും സഹായിക്കാം, അതിനൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഓഫർ ചെയ്യുന്നു. മാത്രമല്ല ഈ പ്രചാരണ വേളയിൽ രാമന്റെയും സീതയുടെയും ഈ ഫോട്ടോകളടക്കം ആ രീതിയിൽ ഒരു മതവികാരം ഇളക്കിവിട്ട് ആ രീതിയിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് പ്രചാരണ വേളയിൽ സുരേഷ് ഗോപി നടത്തിയത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നൊരു ആവശ്യമാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം കോടതി പരിശോധിച്ചു വരുന്നതിനിടെയാണ് മറ്റൊരു ഉപഹർജിയുമായി ഹർജി നിലനിൽക്കില്ല, നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ഉപഹർജി നൽകിയത്. അക്കാര്യത്തിൽ ഇന്ന് കോടതി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ തീരുമാനം വന്നതോടെ ഇനി സുരേഷ് ഗോപിക്ക് ഒരു തിരിച്ചടിയാണ്. ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നൊരു ആവശ്യത്തിൽ വിചാരണ നേരിടേണ്ടി വരികയാണ് തൃശൂരിലെ MP ക്ക്.